ഇപ്പോൾ ഞാൻ നിങ്ങൾക്കെല്ലാം ഒരു വാക്യം വായിച്ച് കേൾപ്പിക്കാം. അത് നിങ്ങൾക്ക് പ്രയോജനമായി തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫിലിപ്പിയർ എഴുതിയ ലേഖനം ഫിലിപ്പീൻസ് 4:4 വാക്യം. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. ദുഃഖമായിരിക്കുന്ന അനുഭവം എൻ്റെ കാല ജീവിതത്തിലാണ്. ഞാൻ ദുഃഖമായിരിക്കും, എപ്പോഴും ഡിപ്രസ്ഡ് മൂഡാണ്. ദുഃഖമായിരുന്ന ജീവിത ടൈമിൽ ഞാൻ ചിരിക്കത്തേയില്ലായിരുന്നു. ദുഃഖമായിട്ട് എപ്പോഴും കഴിയുന്ന ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോയപ്പോൾ എൻ്റെ അങ്കിൾ പറയുന്ന ബി ഹാപ്പി, എപ്പോഴും പറയും ബി ഹാപ്പി. ഞാനത് അത് ലൈഫിൽ എപ്പോൾ വന്നതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞിടെയാണ് വരുന്നത്. ആ സ്നേഹം, നമ്മൾ സന്തോഷമായിരിക്കണം, കർത്താവിൽ എപ്പോഴും സന്തോഷമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ ദൈവത്തോട് എടുത്തു. അതുകൊണ്ട് സന്തോഷിക്കുവാൻ നാം ഇടയാകണം. എപ്പോഴും ദുഃഖമയത്തോടിരിക്കാതെ സന്തോഷിക്കുവാൻ നമ്മൾ വക തേടണം. സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ ചിന്തിക്കണം. കർത്താവിൽ സന്തോഷിക്കുവേൻ. പാട്ടുകൾ പാടുക, പിന്നെ കർത്താവിൻ്റെ വാക്യമൊക്കെ വായിച്ച് എടുക്കുക. നമ്മൾ മറ്റുള്ളവരുടെ ഹോസ്പിറ്റാലിറ്റി ചെയ്യുക. ആരെങ്കിലും വീട്ടിൽ വരുത്തി അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുക, അവർക്ക് ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സന്തോഷമായിരിക്കാനുള്ള വഴികൾ നമ്മൾ കണ്ടുപിടിക്കണം. എപ്പോഴും സന്തോഷമായിരിക്കും എന്നാണ് പറയുന്നത് കർത്താവ്. എപ്പോഴും സമാധാനമായിരിക്കാൻ കർത്താവ് നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു. അതിനടുത്ത വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, 8-ാം വാക്യം. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചു കൊള്ളുവീൻ. നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്നുള്ളതായപ്പോൾ ഞാൻ ചിന്തിക്കേണ്ടത് പുകഴ്ചയോ നല്ലതോ, അല്ലെങ്കിൽ വായിച്ചോണം. ഫിലിപ്പീൻസ് 4-ാം അധ്യായത്തിൽ വരുന്ന വാക്യമാണ്. ഒടുവിൽ സഹോദരന്മാരെ, നമ്മൾ സത്യമായത് ഓർക്കുക. സത്യമായ കാര്യങ്ങൾ നാം ഓർത്തിരിക്കുക. നീതിയായതുള്ളത് ഓർക്കുക, സൽകീർത്തിയായുള്ളത് ഓർക്കുക. ഇതൊക്കെ ഓർക്കണം. ഇങ്ങനെ നമ്മൾ ഡിസിപ്ലിൻ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കായിട്ട് കർത്താവ് ഹാപ്പിയാക്കും. കർത്താവ് നമ്മളെ പണിഞ്ഞെടുക്കും. ഒരു ജീവിതം നൽകിത്തരും. ആത്മാവിനെ പ്രാപിക്കും. പുത്തൻ കൃപ പ്രാപിക്കും. പുത്തൻ അനുഭവത്തോടു കൂടെ നാം കടന്നു ചെല്ലുന്ന അനുഭവം നമുക്ക് കിട്ടും. പുത്തൻ രീതി, പുത്തൻ ഒരു അനുഭവം, പരിശുദ്ധാത്മാവിൻ്റെ പുത്തൻ അഭിഷേകം, ഒരു അനോയിൻറ്റിങ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത് കാണാം. ഞാൻ ഇതൊന്നും അറിയാതെ പലതും വാടിപ്പോയ മുഖമായിട്ടിരിക്കുന്നതിൻ്റെ അവസ്ഥയുടെ കാര്യത്തിൽ ദൈവം മാറ്റിയ അനുഭവം ഞാൻ ഫിലിപ്പീൻസ് 4 വായിച്ചപ്പോഴാണ് അറിയുന്നത്. എപ്പോഴും സന്തോഷിക്കുവീന്ന് പറഞ്ഞ വാക്തത്വമായ പ്രകാരം നമ്മൾ എപ്പോഴും സന്തോഷിക്കുവാൻ ഇടയാകട്ടെ. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവാൻ ദൈവം നമ്മളെ പരിപാലിക്കട്ടെ. ജോബ്സ് എല്ലാം നോക്കി ഒന്നും കിട്ടുന്നില്ല, അതിനെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് തരുന്നത് എന്താണോ അത് ഞാൻ അതിനു വേണ്ടി കാത്തിരിക്കുന്നു. കർത്താവ് തരുന്ന ജോബിന് വേണ്ടി കാത്തിരിക്കുന്നു. അതില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ശുശ്രൂഷ ചെയ്തുകൊണ്ട് പോയിക്കോളാം. ശുശ്രൂഷ ചെയ്യുകയാണ്, അത് മതി എനിക്ക് എന്ന് ഞാൻ തീരുമാനിക്കും. വേറെ ഒരു ജോലിക്കും പോകുന്നില്ല. എനിക്ക് ശുശ്രൂഷ ചെയ്ത് ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് പ്രകാരം പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് മതി. സ്വന്തമായിട്ട് ചെയ്യുകയാണ് ഫാമിലിയോടെ കൂടെ. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ദൈവം അനുഗ്രഹിക്കും. എൻ്റെ മമ്മിയുടെ കൂടെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഫാമിലിയോടെ ഞാൻ ശുശ്രൂഷ അത് ചെയ്യുമ്പോൾ ദൈവം നമ്മെ കരുതും. നമുക്ക് വേണ്ടി കരുതുന്നൊരു കർത്താവ്, നമ്മളെ നോക്കുന്നൊരു കർത്താവ്, നമ്മളെ കണ്ടറിയുന്നൊരു കർത്താവ്, നമ്മളെ ആ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുന്ന കർത്താവ്, നമ്മുടെ രോഗമെല്ലാം മാറ്റുന്ന കർത്താവ്. ആമേൻ.